ഇസ്രായേലിൻ്റെ ദൈവമായ സ്വർഗസ്ഥനായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്ന് ഒരു സ്വസ്ഥത ദിവസമാണ്, ശബാത്ത് ദിവസമാണ്. ഇന്നത്തെ ദിവസം യാതൊരു വേലയും യാതൊരു കൊടുക്കവാങ്ങലും ഇല്ലാത്തൊരു ദിവസമാണ്. ഈ ദിവസത്തെ മാനിക്കുന്ന, ഈ ദിവസത്തെ സ്നേഹിക്കുന്ന, ഈ ദിവസത്തെ കൽപ്പന അനുസരിക്കുന്നവർ ഏത് മനുഷ്യനായാലും അവൻ ഭാഗ്യവാൻ തന്നെയാണ്. കാര്യം ദൈവരാജ്യത്തിൻ്റെ ഒരു അവകാശിയാണ് അവൻ. ഇസ്രായേലിൻ്റെ ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനയാണ് ഈ ശബാത്ത് ദിവസം. ഈ ശബാത്തിനെ ഫോളോ ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ശബാത്ത്. ഈ കൽപ്പന അനുസരിക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാര്യം ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് പഠിപ്പിക്കാത്തതുകൊണ്ട് ഓരോരുത്തർ ഓരോ സഭകളുണ്ടാക്കി ഓരോരുത്തരുടെ ഓരോ നിയമങ്ങളും കൽപ്പനകളും മാനുഷിക കൽപ്പനകൾക്ക് അടിമയായി കിടക്കുകയാണ് പലരും. സഭകളിൽ പോകുന്നത് ഒരു മാമോദീസ അല്ലെങ്കിൽ ഒരു കല്യാണം, പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ഒരടക്കം, ഇതൊക്കെ മാത്രമേ മനുഷ്യൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിത്യജീവൻ ഉണ്ടെന്നോ ആത്മാവ് നിത്യജീവൻ പ്രാപിക്കണമെന്നോ അങ്ങനെയുള്ള വിചാരമൊന്നും മനുഷ്യന് ഇല്ലാത്തതിനാൽ ഈ കൽപ്പനകൾ അനുസരിക്കണമെന്ന് മനുഷ്യന് തോന്നുന്നില്ല. കാര്യം ഇതൊന്നും സഭകളിൽ പഠിപ്പിക്കുന്നില്ല. ഈ കൽപ്പന അനുസരിക്കണമെങ്കിൽ സഭ വിട്ട് പുറത്തിറങ്ങുന്ന ഒരു മനുഷ്യന് മാത്രമേ ഇത് അനുസരിക്കാൻ പറ്റത്തുള്ളൂ. സഭകളിൽ പോയിരുന്നാൽ ഈ കൽപ്പന അനുസരിക്കാൻ പറ്റത്തില്ല. ഇത് ശനിയാഴ്ച ദിവസമാണ്. യാതൊരു വേലയും ചെയ്യാതെ, ഒരു ജോലിയും ചെയ്യാതിരിക്കുന്ന ഒരു റെസ്റ്റ് ദിവസമാണ് ഇന്നത്തെ ദിവസം. ഈ ദിവസത്തെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ, ബൈബിള് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്നത്തെ ദിവസത്തെ ഒരു കൽപ്പനയാണ് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നത്. ഈ കൽപ്പന അനുസരിക്കാത്തവരെ പഴയ കാലഘട്ടങ്ങളിൽ ദൈവം ഇസ്രായേലിൽ നിന്നും ഛേദിച്ച് കളഞ്ഞിട്ടുണ്ട്. ഈ കൽപ്പനയ്ക്ക് വളരെയധികം പ്രാധാന്യമാണ്. ബൈബിള് ശരിക്കും വായിച്ച് അത് മനസ്സിലാക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ദൈവാത്മാവ് ഒരാളുടെ ഉള്ളിൽ പ്രവർത്തിച്ചെങ്കിലേ ഇത് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. കാര്യം സഭകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റവും വരുത്തത്തില്ല. ആദ്യകാലങ്ങളിൽ തന്നെ സഭകളിൽ നിന്നും ഇത് മാറ്റിക്കളഞ്ഞ്, ഈ ശബത്തെന്ന സ്വസ്ഥത മാറ്റിക്കളഞ്ഞ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി ആയതുകൊണ്ട് അതിനെ ഇനിയിപ്പം ഫോളോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സഭകളിൽ പോയിരുന്നാൽ ഈ കൽപ്പന അനുസരിക്കാൻ പറ്റത്തില്ല. ആത്മാവിന് നിത്യജീവനാണ് വേണ്ടതെങ്കിൽ ഈ കൽപ്പന അനുസരിക്കണം. കൽപ്പന അനുസരിച്ചെങ്കിലേ ദൈവരാജ്യത്ത് പ്രവേശിക്കുവാനും ദൈവം വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥയിൽ പോകുവാനും പറ്റത്തുള്ളൂ. ഓരോരുത്തർ ഓരോ കാഴ്ചപ്പാടിലാണല്ലോ ദൈവത്തെ അറിയുന്നത്. അപ്പം ദൈവാത്മാവ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വരുമ്പോൾ അവന് തന്നെ തോന്നിക്കും ഇതെങ്ങനെ അറിയണം, അല്ലെങ്കിൽ ഈ കൽപ്പന എങ്ങനെ അനുസരിക്കണം എന്നൊക്കെ അവൻ്റെ ഉള്ളിൽ തോന്നിച്ച് ദൈവം തന്നെ അവനെ വഴി നടത്തും. അതുകൊണ്ട് ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ എല്ലാവരും ഉത്സാഹിക്കുക. പ്രൈസ് ദി ലോർഡ്.